ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇതെന്താ സംഭവം നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും. ഇത് നമ്മുടെ തോമുക്കുട്ടൻ്റെ ജീപ്പ് സർവീസ് ചെയ്യാൻ വീട്ടിലാൾ വന്നതാണ് കേട്ടോ. ഇത് തോമുൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഡോൺചാൻ്റെ ഫ്രണ്ട്സ് ടീം O5 കൊടുത്ത ഗിഫ്റ്റാണ് കേട്ടോ. നമ്മുടെ സിജോ ചേട്ടനും റിജോ ചേട്ടനും ജിജോ ചേട്ടനും ജോമോനും കൂടെ കൊടുത്ത ഗിഫ്റ്റാണ്. ശരിക്കും അവനൊരു 1.5-2 വയസ്സ് തൊട്ട് അതിൽ ഉപയോഗിച്ച് തുടങ്ങിയെങ്കിലും ഓപ്പറേറ്റ് ചെയ്യാൻ അറിയില്ലല്ലോ. പിന്നെ പാച്ചു വന്നു, അവർ രണ്ടുപേരും ഒരുമിച്ചിരുന്നുള്ള പരിപാടികളായി. പിന്നെ പുറത്തുനിന്ന് പല പിള്ളേരുകൾ വരും. പക്ഷേ ഇവർക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ അറിയാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടിൽ കുറച്ച് നാൾ നമ്മൾ പൂട്ടിയിടുക അല്ലെങ്കിൽ പുറത്തിടുക അങ്ങനെയൊക്കെ ആയിരുന്നു. എനിക്ക് തോന്നുന്നു എൻ്റെ ഡെലിവറിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട്, അതായത് ചാക്കോച്ചൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട് വന്നിട്ട് ഡോൺചാനും പ്രവീണിനെ തന്നെ വിളിച്ചിട്ട് ഇത് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. പലർക്കും ഇപ്പോഴും അറിയില്ല. നമ്മുടെ വീടുകളിലൊക്കെ ഇങ്ങനത്തെ ജീപ്പും അതുപോലെ ബൈക്കും ഒക്കെ കെട്ടിപ്പൂട്ടി കിടപ്പുണ്ടായിരിക്കും. അപ്പോൾ അത് നന്നാക്കാൻ പറ്റി അത് പിന്നെ ഉപയോഗിക്കാം എന്നുള്ള കാര്യം പലർക്കും അറിയണ്ടാവില്ല. അല്ലെങ്കിൽ നമ്മൾ വാങ്ങിച്ച സ്ഥലത്ത് പോകുമ്പോൾ അവർ പറയായിരിക്കും ഇതിന് സർവീസ് ഉണ്ടാവില്ല എന്നൊക്കെ പറയായിരിക്കും. അപ്പോൾ പ്രവീൺ ഓൾ കേരള സർവീസ് ചെയ്യുന്നുണ്ട്. അതും വീട്ടിൽ വന്നിട്ട് അത് ചെയ്തു തരും. വളരെ എന്താ പറയുക, ഭയങ്കര പൊളൈറ്റ് ആയിട്ടുള്ള ഒരു ആൾ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കുറച്ചും കൂടെ ഈസി ആയിട്ട് എനിക്ക് തോന്നിയിട്ട്. അപ്പോൾ തോമു സ്കൂളിൽ നിന്ന് വരുന്ന വഴി കാണുന്ന രംഗം ഇതാണ്. തോമുൻ്റെ ജീപ്പ് നന്നാക്കുകയാണ്. ഇപ്പം ഡിമ്പിളും ഈ പ്രാവശ്യം മുൻപത്തൊന്ന് വരുമ്പം ജീപ്പ് എടുത്തുകൊണ്ട്, അത് പാച്ചുവിനും യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഈ പറയുന്ന പോലെ അവനും അത് യൂസ് ചെയ്യാൻ അറിയത്തില്ല. അവൻ്റെ എനിക്കൊന്ന് കുറച്ചും കൂടെ വലുതാണ്. ചെറുപ്പത്തിൽ നമ്മൾ റിമോട്ട് വെച്ച് യൂസ് ചെയ്തെങ്കിലും പിന്നെയും അവൻ്റെയും എന്തോ കംപ്ലൈൻ്റ് ആയിട്ട് അതും അവിടെ ഇരുന്ന് പോയി എന്നുള്ളതാണ്. ശരിക്കും അവൻ്റെയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്നലെ അത് നന്നാക്കാം. അപ്പോൾ EK ഇലക്ട്രിക്കൽ ടോയ് സർവീസ് പാലക്കാട്. അപ്പോൾ പ്രവീണിൻ്റെ ബ്രാൻഡിൻ്റെ പേര് ഇതാണ് കേട്ടോ. അപ്പോൾ ആളവിടെ ഇരുന്ന് ആളുടെ സമാധാനത്തിനിരുന്ന് പണിയാണ്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നമ്മുടെ മോളത്തെ യെല്ലോ റൂമിലായിരുന്നു. ഇത് ഞാൻ ഇങ്ങനൊരു വീഡിയോ എടുത്തിടാൻ തന്നെ റീസൺ, ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് പലർക്കും അറിയാത്തൊരു സംഭവമാണ്. ഈ വണ്ടികളൊക്കെ റെഡിയാക്കി കൊടുക്കും. അതായത് ടോയ് ബൈക്കും കാറും ജീപ്പും ഒക്കെ റെഡിയാക്കി കൊടുക്കും. നമ്മളത് വെറുതെ വീണ്ടും ഓരോ മുക്കിലും മൂലയിലുള്ള പ്ലാസ്റ്റിക്കാർക്ക് കൊടുത്തിട്ട് 10 പൈസയ്ക്ക് കാര്യമില്ല. കാരണം ഇതൊക്കെ അത്രയും രൂപ കൊടുത്ത് നമ്മൾ വാങ്ങിക്കുന്നതാണ്. ബൈക്കൊക്കെ ആണെങ്കിലും ഒരു 5000 രൂപ കുറഞ്ഞത് വരും. അപ്പോൾ അതൊക്കെ കൊടുത്ത് വാങ്ങിച്ചിട്ട് ഈ പറഞ്ഞ പിള്ളേരുടെ റഫ് യൂസ് കാരണം അത് കേടായി പോകും. പിന്നെ നമ്മളതങ്ങ് വിടും. പിന്നെ ഇത് 5000 രൂപ വെച്ചിട്ട് നീ നന്നാക്കാൻ പോവല്ലേ എന്ന് വിചാരിക്കും. പക്ഷെ നന്നാക്കി ഉപയോഗിച്ചാൽ പിള്ളേർക്ക് പിന്നെയും ഉപയോഗിക്കാമെന്ന് നമ്മളാരും ആലോചിക്കാറില്ല. അപ്പോൾ ഡോൺചാട്ടൻ തോമുനോട് ചോദിച്ചപ്പോൾ തോമുന് ഓടിക്കാൻ മനസ്സിലായി, അല്ലെ അറിഞ്ഞു തുടങ്ങിയപ്പം അത് കേടായി പോയതാണ്. അതിൻ്റെ വയറെന്തോ ലൂസ് കോണ്ടാക്റ്റായി പോയി. അപ്പോൾ പിന്നെ ബർത്ത്ഡേയുടെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു ജീപ്പ് ശരിയാക്കി തരുമെന്ന് ചോദിച്ചപ്പം ജീപ്പ് ശരിയാക്കി കൊടുത്താണ് കേട്ടോ. അപ്പോൾ തോമു വന്നിട്ട് സ്നാക്സ് ബോക്സ് കാണിക്കുകയാണ്. അപ്പോൾ തോമു ഇഡ്ഡലിയാണ് കൊണ്ടുപോയത്. അപ്പം എന്ത് കൊണ്ടുപോയാലും അത് തീർത്തിട്ട് വരിക എന്നുള്ളതാണ് അവൻ്റെ, അതായത് റീമോൾ മാം പറഞ്ഞിരിക്കുന്നത്. കഴിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചിട്ട് പേടിപ്പിച്ച് കഴിപ്പിക്കുകയൊന്നുമല്ല. അവൻ വളരെ ഹാപ്പി ആയിട്ടാണ് വന്നിട്ട് പറയാം, അമ്മ ഞാൻ ഇതൊക്കെ കഴിച്ചു. നാളെ അവന് നൂലപ്പം വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നൂലപ്പം അല്ല, നമുക്കിന്ന് പുട്ടാണ്. അപ്പം പുട്ട് ഞാൻ പഴം വെച്ച് കുഴച്ചിട്ട് ബോൾസാക്കി അവൻ്റെ പാത്രത്തിൽ വെച്ച് കൊടുക്കും. അപ്പോൾ അവന് കഴിക്കാനൊന്നും കൂടെ ഈസി ആവുമല്ലോ. അപ്പോൾ അവൻ ഒരു സാധനവും നമ്മുടെ അടുത്തൊന്നും പ്രവീൺ ചോദിക്കില്ല കേട്ടോ. പ്രവീൺ വളരെ കാമായിട്ട് അവിടെ ഇരുന്ന് ഓരോ കാര്യങ്ങളും ചെയ്യും. പിന്നെ നമ്മുടെ ചേച്ചിയുടെ കൂട്ട് പാലക്കാട് ഭാഷയാണ് കേട്ടോ, നല്ല രസമാണ്. ആൾ ഫുഡ് അടക്കമായിട്ടാണ് വരുന്നത്. എനിക്കത് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് തോന്നി. അതും ഇന്നത്തെ കാലത്തെ ഒരു ചെറുപ്പക്കാരൻ ഫുഡ് കൊണ്ടൊക്കെ ഓരോ സ്ഥലങ്ങളിൽ പോകാമെന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പോസിറ്റീവായിട്ടത് തോന്നിയത് കേട്ടോ. പലരും ഭക്ഷണം കൊണ്ടുവന്നവർ കാണും. പക്ഷേ ഇന്നത്തെ കാലത്ത് അതും ഈ ജനലിലുള്ള പിള്ളേർ ഭക്ഷണമൊക്കെ ആയിട്ട് എനിക്ക് ഭയങ്കര കൗതുകം തോന്നിയിട്ടാണ്. അത് കുഷ്യനൊക്കെ അവിടെ ഇരിക്കുന്നത് ഞാൻ കുഷ്യനൊക്കെ വാഷിംഗ് മെഷീനിലൊന്ന് കറക്കിയെടുത്താണ്. കാരണം നമ്മുടെ പെരുന്നാൾ വരികയാണ് നെക്സ്റ്റ് വീക്ക്. അപ്പോൾ അതിൻ്റെ ചെറിയ പ്രിപ്പറേഷൻസ് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഉരച്ച് കഴിയേണ്ട അത്ര ഒരു ബ്രൈറ്റ്നെസ് ആ കുഷ്യന് വന്നിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്ന് കുതിർത്ത് വെച്ച് ഉരച്ച് കഴുകിയിട്ട് നമുക്ക് വാഷിംഗ് മെഷീനിൽ, അപ്പം ഓൾമോസ്റ്റ് ഒരു 99% ഡ്രൈ ആയിട്ടാണ് വരുന്നത്. പിന്നെ ആ വെയിലത്ത് ശരിക്കും ഒരു 2 മണിക്കൂർ ഇരുന്നപ്പോഴത്തേക്കും അത് ഓക്കെ ആയി. അപ്പോൾ ജീപ്പ് കിട്ടാത്തതിൻ്റെ ഇതിൽ സൈക്കിൾ ഓടിച്ച് കിടക്കണം. പക്ഷെ വാശി പിടിച്ചൊന്നുമില്ല. ചേട്ടന് വളരെ കാര്യമായിട്ട് മോനെ ഞാനിപ്പോൾ ശരിയാക്കി തരാം, അതൊന്നും കൂടെ അവിടെ ഫിറ്റ് ചെയ്താൽ മതി. ഇങ്ങനെയാണ് ഇങ്ങനെ ഇട്ട് സ്റ്റിയറിങ് ഇട്ട് കറക്കി അതിനകത്തെ വയറവൻ കാണിച്ചു തന്നു. സങ്കടം തോന്നുന്നു, അതുപോലെ ആയി എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഭംഗിയായിട്ട് ഉപയോഗിച്ചാൽ നല്ലത്. ഇന്നലെ ഇപ്പോൾ തന്നെ ഓടിക്കുകയായിരുന്നു. ഇനി കുറച്ച് കഴിയുമ്പോൾ, ഇപ്പോൾ ഇന്നലെ കിട്ടിയ ഹാങ് ഓവർ പലതും ചെയ്യും. കുറച്ച് കഴിയുമ്പോൾ എന്താ അവസ്ഥയെന്ന് എനിക്കൊന്നും അറിയില്ല. എന്തായാലും
നമ്മുടെ പ്രവീണിൻ്റെ നമ്പർ വേണമെങ്കിൽ സ്ക്രീനിൽ ഞാൻ മെൻഷൻ ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ വീട്ടിലും ഇതുപോലെ ടോയ്സൊക്കെ കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ അത് നന്നാക്കി നിങ്ങൾക്ക് ഉപയോഗിക്കാം. സുഖമായിട്ട് നിങ്ങളുടെ മക്കൾക്ക് എൻജോയ് ചെയ്യാം. അതിൽ സ്റ്റിൽ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാം. അപ്പോൾ നമ്പറിൽ വിളിച്ചാൽ എങ്ങനെയാണ് ഏതാണെന്നൊക്കെ കാര്യം പ്രവീൺ പറയും. ഓൾ കേരള സർവീസ് പ്രവീണുണ്ട് കേട്ടോ. അപ്പം പിള്ളേരുടെ എൻജോയ്മെൻ്റ് ആണല്ലോ എൻജോയ്മെൻറ്റ്. ഡോൺ ചേട്ടനെ സംബന്ധിച്ച് അത് തന്നെയാണ്. പ്രത്യേകിച്ച് തോമുവിൻ്റെ സന്തോഷം കഴിഞ്ഞിട്ട് ഡോൺ ചേട്ടന് എന്തും ഉള്ളൂ. ശരിക്കും അവന് ഈ ഒരു ജീപ്പ് ഒരു 2.5 വയസ്സൊക്കെ കഴിഞ്ഞിട്ട് മതിയായിരുന്നു. പക്ഷെ അന്നേ അവന് കിട്ടി, അവന് റെഡി ആയിട്ട് ഇരിക്കുകയായിരുന്നു. പാച്ചുവിന് എനിക്കൊന്ന് ഫസ്റ്റ് ബർത്ത്ഡേക്കാണോ സെക്കൻഡ് ബർത്ത്ഡേക്കാണോ ജീപ്പായിരുന്നു. 2 പേർക്കും അത് യൂസ് ചെയ്ത് വരുമ്പോഴത്തേനും അത് കേടായിപ്പോയി. പിന്നെ ഡിമ്മിളുടെ അവിടെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് നന്നാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും മേ ബി ഇന്ന് വരുമ്പോൾ കൊണ്ടുവരും. അല്ലെങ്കിൽ ഇനി ഏതെങ്കിലും നമ്മുടെ I20 കയറില്ല. ആൻഡ് ഇനി XUV വരുമ്പം അത് എടുത്തുകൊണ്ട് വരണം. അങ്ങനെയാണ് ഞങ്ങൾ നിലവിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത്. കാരണം പിള്ളേർ ഇപ്പോൾ ഉപയോഗിച്ചില്ലെങ്കിൽ പിന്നെ ഉപയോഗിക്കുക. കാരണം 2 പേർക്കും ഇപ്പോൾ അതിനോട് ഭയങ്കര ഒരു ക്രേസ് ഞങ്ങൾക്ക് തോന്നി. അപ്പോൾ ഉള്ള സ്ഥിതിക്ക് അത് ഉപയോഗിക്കുക എന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാം നന്നാക്കേണ്ടി വരും. ഇനിയിപ്പോൾ അവൻ പറഞ്ഞിട്ടുണ്ട് അവനെല്ലാം നോക്കി ടെസ്റ്റ് ഡ്രൈവ് അടിച്ചിട്ടാണ് പോയത്. തോമുനെ കൊണ്ട് ടെസ്റ്റ് ഡ്രൈവൊക്കെ അടുപ്പിച്ചിട്ടാണ് പോയത് കേട്ടോ. അപ്പോൾ അവൻ ഓരോന്നും നോക്കുകയാണ്. ശരിക്കും നമ്മുടെ ഒരു വലിയ കാറ് സർവീസ് ചെയ്യുന്ന പോലെ തന്നെയാണ് അവൻ ജീപ്പിനെ സർവീസ് ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. അടി മുതൽ മോള് വരെ നോക്കുക. ഓരോ വയറും എങ്ങനെയാണ് അതിൻ്റെ കണക്ഷൻസ് എന്ന് വരെ അവൻ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പെർഫെക്ഷൻ എനിക്കിഷ്ടമായി. വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ, അതുപോലെ അവൻ്റെ ആറ്റിറ്റ്യൂഡും മാനേഴ്സും ഒക്കെ എനിക്ക് ഇഷ്ടമായി. പിന്നെ ആദ്യം ഗേറ്റ് തുറന്നപ്പോഴും അവൻ ചോദിച്ചത് പട്ടിയുണ്ടോ എന്നാണ്. പിന്നെ എന്താ പറയുക, ഭക്ഷണം കഴിക്കാനിരുന്നെങ്കിലും അവൻ എന്നിട്ടാണ് തോമു ചോദിച്ചതിൻ്റെ പേരിൽ അവിടെ ഇരുന്നു കേട്ടോ. ഞാൻ കൈയൊക്കെ കഴുകിയിട്ട് വന്നതാണ്. അവൻ പറഞ്ഞു കൊച്ചിന് സങ്കടമുണ്ടാവും, അതൊരു ചെറിയൊരു കാര്യം കൂടെ ഉള്ളൂ ചേച്ചി, ഞാനത് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്ന് അവനത് ചെയ്തു കേട്ടോ. അപ്പോൾ ചാക്കോച്ചൻ മൊത്തം പണി നോക്കി പഠിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പം നാളെ മേലൊക്കെ എന്തെങ്കിലും റിപ്പയർ വന്നാൽ ചാക്കോച്ചൻ അത് ശരിയാക്കും എന്ന മട്ടിലാണ് നിൽക്കുന്നത്. ആ ചേട്ടനൊരു സ്വസ്ഥത കൊടുത്തിട്ടില്ല ചാക്കോച്ചൻ. ഇങ്ങനെ പുറകെ നടക്കുമായിരുന്നു. അതും ഇതും അവൻ്റേതായ ഭാഷയിൽ പറഞ്ഞ് നടക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ വളരെ കാര്യമായിട്ടുള്ള റിപ്പയറിങ് ആണ് കേട്ടോ. തോമുവിനോട് അത് പറയണം, അത് ശരിയാക്കാം ഇത് ശരിയാക്കാം എന്നൊക്കെ. തോമുവിന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അതൊരു ആവേശമായിട്ട് മാറിയിട്ടോ. എന്ത് ചെയ്യണം എന്നറിയാണ്ട്. ഇപ്പോൾ എൻ്റെ വണ്ടി ശരിയാവും, അതെനിക്ക് ഓടിക്കണം, ഞാൻ പതുക്കെ ഓടിച്ചോളാം, ഞാനിനി നശിപ്പിക്കില്ല. ഞാൻ പറഞ്ഞു സ്റ്റിയറിങ്ങൊക്കെ ഒരു പരിധിയിൽ ഹാൻഡിൽ ചെയ്യുക, അതിട്ട് വട്ടം കറക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം പല വട്ടം കറക്കലും കാണിക്കും. അവന് ശരിക്കും അവൻ്റെ അപ്പേനെ കോപ്പി അടിക്കുക എന്നുള്ളത് മാത്രമാണ് കേട്ടോ ജോലി. അങ്ങനെ എന്താ പറയുക, വളരെ ഭംഗിയിൽ അവനത് ശരിയാക്കി. ഇനിയും കുറച്ച് മിനുക്ക് പണികൾ മാത്രമേ ഉള്ളൂ. അതെല്ലാം വൃത്തിയാക്കി. അതിനകത്ത് നിറച്ചും പൊടിയായിരുന്നു. ഒക്കെ വൃത്തിയാക്കി. ഇവർക്ക് പിന്നെ ഇടയ്ക്ക് അതൊന്നും കഴുകലൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും അവൻ പറഞ്ഞു അതൊന്നും ചെയ്യണ്ട, ഒക്കെ അപകടമാണ്, കേടാവതേ. തോന്നുമ്പോൾ നല്ല അടിപൊളിയായിട്ട് ഓടിച്ചു കേട്ടോ. അതായത് വെട്ടിക്കാനും തിരിക്കാനും ഒക്കെ പഠിച്ചു. അപ്പോൾ അത് ടെസ്റ്റ് ഡ്രൈവാണ്. പറഞ്ഞ പോലെ സ്വിച്ചുകളൊക്കെ മാറ്റി വെച്ചു. അപ്പോൾ ഒരു സ്വിച്ച് സ്റ്റിഫായിപ്പോയി. അപ്പോൾ അപ്പം തന്നെ അത് മാറ്റി. പിന്നെ തോമുന് എക്സൈറ്റ്മെൻറ്റ് കൂടിയതിൻ്റെ ഒരു പ്രശ്നം കൂടെ അതിനകത്തുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഇങ്ങനത്തെ ടോയ്സ്, അതായത് ബൈക്ക്, ജീപ്പ്, കാറൊക്കെ നിങ്ങളുടെ വീട്ടിൽ കെട്ടിപ്പൂട്ടി കിടപ്പുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പ്രവീണെ വിളിക്കുക. പ്രവീൺ അത് വീട്ടിൽ വന്നിട്ട് നല്ല ഭംഗിയിൽ ചെയ്തു തരും കേട്ടോ. അപ്പോൾ പ്രവീൺ ഈ പ്രാവശ്യം വന്നപ്പോഴാണ് അറിയുന്നത് നമുക്ക് യൂട്യൂബും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ള കാര്യം. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ വീഡിയോ ഇടുന്നുണ്ട്, അവന് ഞാൻ ചോദിച്ചു കുഴപ്പമുണ്ടോ, കാരണം ചിലർക്ക് ഇഷ്ടാവില്ല. അവൻ ഒരു കുഴപ്പമില്ല ചേച്ചി ഇട്ടോ, എനിക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു വർക്ക് കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്കും എന്തെങ്കിലും, ഇതൊരു പ്രൊമോഷനൊന്നും അല്ല കേട്ടോ, നമ്മൾ വിളിച്ച് നമ്മുടെ ആവശ്യം കഴിഞ്ഞപ്പോൾ നമ്മൾക്ക് തോന്നി. ഞാൻ ചോദിച്ചപ്പോൾ പ്രവീൺ ഓക്കെയാന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, അതങ്ങ് ചെയ്തു കേട്ടോ. അപ്പോൾ തോമു എൻജോയ് ചെയ്യണം. അപ്പം ജീപ്പ് ഫുള്ളി റെഡിയായി. അതിൻ്റെ ചാർജറടക്കം അവൻ തന്നിട്ട് പോയിട്ടുണ്ട് കേട്ടോ. തോമു ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. പിന്നെ അവൻ പറഞ്ഞു അതിൽ ഓൾറെഡി കുറച്ച് ചാർജ് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ആ ചാർജ് ഒന്ന് ഫുള്ളി പോയിട്ട് നമുക്കത് ചാർജ് ചെയ്യാം, ഒന്നേന്ന് ചാർജ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അവനത് ഓടിച്ച് നോക്കുകയൊക്കെയാണ്. അപ്പോൾ ചാക്കോച്ചൻ ആലോചിക്കുന്നത് ഞാനിനി എങ്ങനെ ഇത് തള്ളി നടക്കും. ഇവരിപ്പോൾ ഓടിക്കാൻ തുടങ്ങിയ അവനെ സംബന്ധിച്ച് അവൻ തള്ളി നടക്കുക ചെയ്യുക.
ചാക്കോച്ചൻ ഇങ്ങനെ ബാക്കിൽ നിന്ന് ഇങ്ങനെ തള്ളും. ഇവർ 3 പേരും അങ്ങനെ, ഒരാൾ കയറിയിരിക്കും, ഇവർ ബാക്കിൽ നിന്ന് 2 പേര് തള്ളും, അങ്ങനെയാണ്. അപ്പോൾ ഞാനിവിടെ എപ്പോഴും പറയും, വഴിയിലെങ്ങാനും വണ്ടി കിടന്നാൽ തള്ളാൻ പുറത്തുനിന്ന് വേറെ ഒരു മനുഷ്യനെ വിളിക്കേണ്ട, ഈ 2 പിള്ളേരെ വിളിച്ചാൽ മതി. 2 അല്ല 3 പിള്ളേർ. ഇവരിപ്പം നമ്മുടെ വണ്ടി ആകുമ്പോൾ ആരെങ്കിലും ഓടിക്കുമല്ലോ. ഇത് തന്നെ ഒരു ക്രേസാണ്, വണ്ടി തള്ളുക എന്നുള്ളതാണ് ഇവരുടെ ഒരു വലിയൊരു ക്രേസ് എന്ന് പറയുന്നത്. എനിക്കിനി ഈ വീഡിയോ ഇടാൻ പറ്റുമോ എന്നൊന്നും എനിക്കറിയില്ല, കാരണം ഇത് കൊച്ചു വണ്ടി ഓടിക്കുന്നുണ്ട്. ഇനി സ്ട്രൈക്ക് ആവുമോ എന്നൊന്നും അറിയില്ല. എന്തായാലും ഇതാണ് സംഭവം കേട്ടോ. അപ്പോൾ പ്രവീണും ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് നമ്മൾ വിടാണ്. കാരണം പ്രവീൺ കുറേ നേരം കൊണ്ട് ചോദിക്കണം, ഇവിടുന്ന് ബസ് കിട്ടുമോ. ഞാൻ പറഞ്ഞു, ഇവിടുന്ന് അരമണിക്കൂർ കൂടുമ്പോൾ എപ്പോഴും ബസ്സുണ്ട്, അരമണിക്കൂറോ 15 മിനിറ്റോ കൂടുമ്പോൾ ബസ്സുണ്ട്, നീ ടെൻഷൻ ആവണ്ട എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ തോമു ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ ആ സ്വിച്ച് സ്റ്റിഫായപ്പോൾ അവനൊരു ആശയക്കുഴപ്പമായി, ഇനി വർക്കാവുമോ എന്നൊക്കെയുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു എല്ലാം ഓക്കെയാണ്, സ്വിച്ച് ചേട്ടനിപ്പം മാറ്റി തരുമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോവാണ് കേട്ടോ. അപ്പം എല്ലാം മൊത്തത്തിൽ നോക്കിയിട്ട് വേണം അവനെ കെട്ടിപ്പൂട്ടാൻ. എന്നിട്ട് ഈ പറയുന്ന പോലെ അവൻ പാലക്കാടാണല്ലോ, അങ്ങനെ എപ്പോഴും വന്ന് പോകാൻ പറ്റുന്നൊരു ഇതുമല്ല. അപ്പോൾ അതേ നോക്കുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ചേട്ടനോട് അത് ഇത് ചോദിക്കുകയൊക്കെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ വീട്ടിലും ഇതുപോലെ ഏതെങ്കിലും വണ്ടിയൊക്കെ കിടപ്പുണ്ടെങ്കിൽ പ്രവീണെ ഒന്നും നോക്കണ്ട, വിളിച്ചോ. സ്ക്രീനിൽ ഞാൻ നമ്പർ മെൻഷൻ ചെയ്യാം, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലായാലും ഞാൻ നമ്പർ മെൻഷൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് ശരിക്കും ഈ ഒരു വ്ളോഗേ ഉള്ളൂ. ഞാൻ എടുത്ത് തുടങ്ങുന്നുണ്ടെങ്കിലും എനിക്കത് കംപ്ലീറ്റ് ആക്കാൻ പറ്റണില്ല. അപ്പോൾ നാളെ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ഇന്ന് നമ്മുടെ ഷീതുവിൻ്റെ കല്യാണമാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഒരുക്കങ്ങളും കാര്യങ്ങളും ഉണ്ട്. സാരി ഏതാണെന്ന് ഇതുവരെ ഞാൻ തീരുമാനിച്ചിട്ടില്ല, ഇനി അതൊക്കെ തീരുമാനിക്കണം കേട്ടോ. ഓർക്കുമ്പോൾ തന്നെ മനുഷ്യന് ഭ്രാന്താവാണ്. പിള്ളേരെയും കൊണ്ട് സാരി ഉടുത്ത് പോകുമ്പോൾ എനിക്കറിയില്ല. അപ്പോൾ നമ്മുടെ പുഴയോരത്താണ് പരിപാടി. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ മറക്കണ്ട, ടോയ്സ് റിപ്പയറിങ് ഉണ്ടെങ്കിൽ, അതായത് ജീപ്പ്, ബൈക്ക്, കാറൊക്കെ റിപ്പയർ ചെയ്യണമെങ്കിൽ ഒന്നും നോക്കണ്ട, നമ്മുടെ പ്രവീണെ വിളിക്കുക. പ്രവീൺ അത് ഭംഗിയിൽ ചെയ്തു തരും കേട്ടോ. അപ്പോൾ തോമുൻ്റെ ജീപ്പ് ടെസ്റ്റ് ഡ്രൈവൊക്കെ അടിച്ചിട്ട് കാർ പോർച്ചിൽ കയറ്റിട്ടുണ്ട്. തോമിന് വെയിലത്ത് നിൽക്കുമ്പോൾ ആകെ ഇറിറ്റേഷൻ ആവുകയാണ്. പക്ഷേ സന്തോഷം കൊണ്ട് അത് നശിപ്പിക്കാനോ അവന് താല്പര്യമില്ല കേട്ടോ. അപ്പോൾ ചേട്ടൻ പറഞ്ഞതിൻ്റെ പേരിൽ കാർ പോർച്ചിൽ കയറി പാർക്ക് ചെയ്യാണ്. ചേട്ടൻ ഒന്നും കൂടെ ഒന്ന് നോക്കട്ടെ, ലൂസാക്കാൻ വിട്ട് വല്ല നട്ടും ബോൾട്ട് കിടപ്പുണ്ടെങ്കിൽ അതൊക്കെ ശരിയാക്കാമെന്ന് പറഞ്ഞു കേട്ടോ.